Specificity of enzymes. Enzymes are very specific in their action. For example, ചില എൻസൈംസ് എടുത്താൽ ആ എൻസൈംസ് ചില പർട്ടിക്കുലർ സബ്സ്ട്രേറ്റിന്റെ കാറ്റലിറ്റിക് ആക്ടിവിറ്റിക്ക് മാത്രം ഹെൽപ്പ് ചെയ്യുന്നവയായിരിക്കും. ചില എൻസൈംസ് ചില പർട്ടിക്കുലർ ബോണ്ടിനെ മാത്രം ക്ലീവ് ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നവയായിരിക്കും. അങ്ങനെ പല രീതിയിൽ എൻസൈംസ് സ്പെസിഫിസിറ്റി കാണിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ കുറച്ച് ടൈപ്സ് ഓഫ് സ്പെസിഫിസിറ്റി കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പ് സ്പെസിഫിസിറ്റി, അബ്സല്യൂട്ട് സ്പെസിഫിസിറ്റി, സ്റ്റീരിയോ, ബോണ്ട്, ജിയോമെട്രിക്കൽ, കോഫാക്ടർ സ്പെസിഫിസിറ്റി, എക്സെട്ര. The first one is group specificity. അപ്പോൾ നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമുക്കതൊരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു ആ എൻസൈം ഗ്രൂപ്പ് സ്പെസിഫിസിറ്റി കാണിക്കുന്ന എൻസൈം ആണെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഉദാഹരണമായിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഹെക്സോകൈനേസ്. ഹെക്സോകൈനേസ് ഗ്ലൈക്കോളിസിസ് പ്രോസസ്സിലേക്ക് ഇൻവോൾവ് ആയിട്ടുള്ള എൻസൈമാണ്. ഹെക്സോകൈനേസിന് ഹെക്സോസിനെ ഹെക്സോ 6 ഫോസ്ഫേറ്റ് ആക്കാനുള്ള കഴിവുണ്ട്. ഹെക്സോസിന് എക്സാമ്പിളാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, എക്സെട്ര. ഇവിടെ നമ്മൾ ഗ്ലൂക്കോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലൂക്കോസിലേക്ക് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ 6th പൊസിഷനിലേക്ക് ആഡ് ചെയ്ത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആക്കുന്നു. അല്ലെങ്കിൽ ഏത് ഹെക്സോസ് ആണെങ്കിലും ഹെക്സോസിലേക്ക് ഫോസ്ഫേറ്റിനെ ആഡ് ചെയ്യുന്നു. ഫോസ്ഫേറ്റ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ATP യിൽ നിന്ന്. അപ്പോൾ ATP യിൽ നിന്ന് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്ത് അതൊരു ഹെക്സോസിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ് ഹെക്സോകൈനേസ് കാറ്റലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഈ സബ്സ്ട്രേറ്റിന്റെ സ്ഥാനത്ത് ഗ്ലൂക്കോസ് മാത്രമല്ല ഫ്രക്ടോസ് പോലുള്ള ബാക്കി ഹെക്സോസ് വന്നു കഴിഞ്ഞാൽ ഈ ഹെക്സോകൈനേസിന് തന്റെ ആക്ഷൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇത് ഒരിക്കലും ഒരു സബ്സ്ട്രേറ്റിനോട് സ്പെസിഫിക് അല്ല, പകരം അതിന്റെ ആ ആക്ഷനോടാണ് സ്പെസിഫിക്. ഏതൊരു ഹെക്സോസ് വന്നാലും ആ ഹെക്സോസിലേക്ക് ATP യിൽ നിന്ന് ഫോസ്ഫേറ്റിനെ ട്രാൻസ്ഫർ ചെയ്ത് ആഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഹെക്സോസിന് പകരം വേറെ എന്തെങ്കിലും ഒരു സബ്സ്ട്രേറ്റ് ആണ് വരുന്നതെങ്കിൽ അതിന് പറ്റില്ല. ഹെക്സോസ് ഷുഗേഴ്സ് ആ ഒരു ഗ്രൂപ്പിൽ, അതായത് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഹെക്സോസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന സബ്സ്ട്രേറ്റ്സുകൾ വന്നു കഴിഞ്ഞാൽ ഹെക്സോകൈനേസിന് തന്റെ ആക്ഷൻ ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള എൻസൈംസിനാണ് നമ്മൾ ഗ്രൂപ്പ് സ്പെസിഫിസിറ്റി കാണിക്കുന്ന എൻസൈം അല്ലെങ്കിൽ ഗ്രൂപ്പ് സ്പെസിഫിക് എൻസൈംസ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതായത് ഇവർക്ക് ആക്ട് ചെയ്യാൻ സാധിക്കുന്ന ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സബ്സ്ട്രേറ്റ്സിന്റെ കാറ്റലറ്റിക് ആക്ടിവിറ്റിക്ക് ഇവർക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആ കാറ്റലറ്റിക് ആക്ടിവിറ്റിയിൽ മെയിൻ ആയിട്ട് നോക്കുന്നത് ഒരു പർട്ടിക്കുലർ കെമിക്കൽ ഗ്രൂപ്പ്, ആ ഒരു പർട്ടിക്കുലർ കെമിക്കൽ ഗ്രൂപ്പ് ഇൻവോൾവ് ആയിട്ടുള്ള കാറ്റലറ്റിക് ആക്ടിവിറ്റീനെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇവർ സഹായിക്കുന്നത്. അതാണ് ഗ്രൂപ്പ് സ്പെസിഫിസിറ്റി. ഇനി നമുക്ക് അബ്സല്യൂട്ട് സ്പെസിഫിസിറ്റി നോക്കാം. അബ്സല്യൂട്ട് സ്പെസിഫിസിറ്റി എന്നാൽ ഇവിടെ നമുക്ക് ഇത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാകും. എക്സാമ്പിളാണ് ഗ്ലൂക്കോകൈനേസ്. ഗ്ലൂക്കോകൈനേസ് എന്താ ചെയ്യുന്നത്? ഗ്ലൂക്കോകൈനേസ് ഗ്ലൂക്കോസിലേക്ക് ഫോസ്ഫേറ്റ് ആഡ് ചെയ്ത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആക്കുന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഇത് ഗ്ലൂക്കോസിലേക്കാണ് ആഡ് ചെയ്യുന്നത്. വേറെ ഒരു ഹെക്സോസ് ഷുഗറോ ഒന്നും ഇതിന് സബ്സ്ട്രേറ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റില്ല. ഗ്ലൂക്കോസ് എന്ന് പറയുന്ന സബ്സ്ട്രേറ്റിനെ മാത്രമാണ് ഗ്ലൂക്കോകൈനേസ് എന്ന് പറഞ്ഞ എൻസൈമിന് കാറ്റലൈസ് ചെയ്ത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ സബ്സ്ട്രേറ്റ് സ്പെസിഫിസിറ്റി കാണിക്കുന്നതാണ് അബ്സല്യൂട്ട് സ്പെസിഫിസിറ്റി. അതായത് അബ്സല്യൂട്ട് സ്പെസിഫിസിറ്റി ഒരു സബ്സ്ട്രേറ്റ് സ്പെസിഫിസിറ്റിക്ക് എക്സാമ്പിൾ ആണ്. അവിടെ ആ ഒരു പർട്ടിക്കുലർ സബ്സ്ട്രേറ്റിൽ ആ ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ മാത്രമേ ആ ഒരു എൻസൈമിന് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അതാണ് അബ്സല്യൂട്ട് സ്പെസിഫിസിറ്റി. എക്സാമ്പിൾ ആയിട്ട് ഗ്ലൂക്കോകൈനേസ് ഓർത്തിരിക്കുക. അപ്പോൾ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു, ഗ്രൂപ്പ് സ്പെസിഫിസിറ്റിയും അബ്സല്യൂട്ട് സ്പെസിഫിസിറ്റിയും. അത് കണക്ട് ചെയ്ത് പഠിച്ച് ഓർത്തു വയ്ക്കുക. ഇനി അടുത്തതാണ് സ്റ്റീരിയോ കെമിക്കൽ സ്പെസിഫിസിറ്റി അല്ലെങ്കിൽ സ്റ്റീരിയോ സ്പെസിഫിസിറ്റി. നമുക്ക് സ്റ്റീരിയോ ഐസോമേഴ്സ് എന്താണെന്നറിയാം. സ്റ്റീരിയോ ഐസോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മോളിക്കുലർ ഫോർമുലയൊക്കെ സെയിം ആയിരിക്കും, പിന്നെ അവരുടെ ബോണ്ടിങ് ഒക്കെ സെയിം ആയിരിക്കും. ആകെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ആ ഒരു സ്പേഷ്യൽ അറേഞ്ച്മെന്റിൽ ഒരു വ്യത്യാസം ഉണ്ടാവും. നമുക്ക് താഴെ ഇവിടെ L അമിനോ ആസിഡും D അമിനോ ആസിഡും കാണാൻ സാധിക്കുന്നുണ്ട്. ഇവരുടെ നോക്കുമ്പോൾ നമുക്ക് മോളിക്കുലർ ഫോർമുലയൊക്കെ സെയിം, ബോണ്ടിങ് ഒക്കെ സെയിം. പക്ഷെ ആകെ എന്താ വ്യത്യാസം? ഇവരുടെ അറേഞ്ച്മെന്റിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട്. അതാണ് ആകെയുള്ളൊരു വ്യത്യാസം, അവരുടെ സ്പേഷ്യൽ അറേഞ്ച്മെന്റിലെ വ്യത്യാസം. ആ ഒരു വ്യത്യാസം കൊണ്ട് തന്നെ ഈ രണ്ട് ഡിഫറെന്റ് സബ്സ്ട്രേറ്റ് ആയിട്ട് മാറി. അപ്പൊ അങ്ങനെ സ്റ്റീരിയോ സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റീരിയോ ഐസോമേഴ്സിന്, അതായത് ഇപ്പോൾ ചില എൻസൈംസ് L ഐസോമറിന് മാത്രം സ്പെസിഫിക് ആയിരിക്കും, ചിലത് Dക്ക് മാത്രം സ്പെസിഫിക് ആയിരിക്കും. അങ്ങനെ സ്പെസിഫിസിറ്റി കാണിക്കുകയാണെങ്കിൽ അതിനെ സ്റ്റീരിയോ സ്പെസിഫിസിറ്റി എന്ന് പറയുന്നു. ഉദാഹരണമാണ് L അമിനോ ആസിഡ് ഓക്സിഡേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിന് അതിന് L അമിനോ ആസിഡിന്റെ ഓക്സിഡേഷന് മാത്രമേ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അതാണ് ഒരു എക്സാമ്പിൾ. അതാണ് സ്റ്റീരിയോ കെമിക്കൽ സ്പെസിഫിസിറ്റി. ഇനി അടുത്തത് ബോണ്ട് സ്പെസിഫിസിറ്റി. അതായത് ഉദാഹരണമായിട്ട് നമുക്ക് ആൽഫ അമൈലേസ് പറയാം. ഈ എൻസൈമിന് ആൽഫ അമൈലേസ് എന്ന് പറയുന്ന എൻസൈമിന് ആൽഫ 1,4 ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്ന് പറയുന്ന ആ ബോണ്ടിനെ ക്ലീവ് ചെയ്യാനുള്ള എബിലിറ്റി മാത്രമേ ഉള്ളൂ. ഏത് സബ്സ്ട്രേറ്റിലായിക്കോട്ടെ, ഏത് സബ്സ്ട്രേറ്റിൽ ആ ബോണ്ട് വന്നാലോ അവർക്ക് ക്ലീവ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് മനസ്സിലാകുന്നത്? സബ്സ്ട്രേറ്റിനോട് സ്പെസിഫിക് അല്ല, പക്ഷെ ബോണ്ടിനോട് സ്പെസിഫിക് ആണ്. ഉദാഹരണമായിട്ട് സബ്സ്ട്രേറ്റിന്റെ സ്ഥാനത്ത് ഇപ്പോൾ സ്റ്റാർച്ചിൽ കാണുന്ന ബോണ്ടും ഗ്ലൈക്കോജനിൽ കാണുന്ന ബോണ്ടൊക്കെ ആൽഫ 1,4 ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ്.
സ്റ്റാർച്ചിലോ ഗ്ലൈക്കോജനിലോ ഒക്കെ ഈ ബോണ്ട് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ലീനിയൻസ് ആയിരിക്കും. അത് സ്റ്റാർച്ച് ആയിക്കോട്ടെ ഗ്ലൈക്കോജൻ ആയിക്കോട്ടെ ഏത് സബ്സ്ട്രേറ്റ് ആയിക്കോട്ടെ ബോണ്ട് ആൽഫ 1,4 ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആണെങ്കിൽ ആൽഫ അമൈലേസിന് ക്ലീവ് ചെയ്യാൻ സാധിക്കുന്നു. അതാണ് ബോണ്ട് സ്പെസിഫിസിറ്റി. അടുത്തത് ജിയോമെട്രിക്കൽ സ്പെസിഫിസിറ്റി. അതായത് ആ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസിനെ പറയാം. ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന എൻസൈം ഒരു ജിയോമെട്രിക്കൽ സ്പെസിഫിസിറ്റി കാണിക്കുന്ന എൻസൈമാണ്. അതായത് ഒരു സിമിലർ ആയിട്ടുള്ള മോളിക്കുലർ ജിയോമെട്രി കാണിക്കുന്ന സബ്സ്ട്രേറ്റുകളാണ് അവർക്ക് അവിടെ വരുന്നതെങ്കിൽ ആ സബ്സ്ട്രേറ്റുകളെ അവർക്ക് കാറ്റലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഉദാഹരണമാണ് ഈ ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസിന്റെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി. അവർക്ക് മെഥനോളോ എഥനോളോ, അവരെ മെഥനോളും മോളിക്കുലർ ജിയോമെട്രി സിമിലർ ആയിട്ടുള്ളതാണ്. അവരെ മെഥനോൾ വന്നാലും ഇവർ ഒരുപോലെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി കാണിക്കുന്നു. അപ്പോൾ ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് ജിയോമെട്രിക്കൽ സ്പെസിഫിസിറ്റി കാണിക്കുന്ന ഒരു എൻസൈമിന് ഉദാഹരണമാണ്. അടുത്ത ഒരെണ്ണമാണ് കോഫാക്ടർ സ്പെസിഫിസിറ്റി. അതായത് ചില എൻസൈംസ് ഉണ്ട്, ചില എൻസൈംസിന് ചില പർട്ടിക്കുലർ കോഫാക്ടർ കൊണ്ട് സ്പെസിഫിക് ആയിരിക്കും. കോഫാക്ടറിന് എക്സാമ്പിൾ ആണ് NAD+, NADP+ ഒക്കെ. അപ്പോൾ അങ്ങനെ കോഫാക്ടറിനോട് സ്പെസിഫിക് ആയിട്ടുള്ള ചില കോഫാക്ടറിനോട് സ്പെസിഫിക് ആയിട്ടുള്ള എൻസൈമാണ് കോഫാക്ടർ സ്പെസിഫിസിറ്റി കാണിക്കുന്ന എൻസൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള സ്പെസിഫിസിറ്റികളുണ്ട്. ചില എൻസൈംസിന് 2 ഡിഫറെന്റ് രീതിയിലുള്ള സ്പെസിഫിസിറ്റി കാണിക്കുന്നതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാനൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കുറച്ച് എക്സാമ്പിൾസ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പെസിഫിസിറ്റിന്റെ കൂടെ തന്നെ സ്പെഷ്യൽ ആയിട്ട് സബ്സ്ട്രേറ്റ് സ്പെസിഫിസിറ്റി, ടെമ്പറേച്ചർ, pH അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഫാക്ടേഴ്സ് എങ്ങനെയാണ് ഈ എൻസൈം ആക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ടോട്ടൽ ആയിട്ട് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്പെസിഫിസിറ്റിന്റെ കാര്യങ്ങളും അതിന്റെ കൂടെ തന്നെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എൻസൈം ആക്ഷൻ ആയിട്ടുള്ള ടെമ്പറേച്ചർ, pH പോലുള്ള ഫാക്ടേഴ്സും കൂടി ചേർത്ത് പറഞ്ഞ് നമുക്ക് എഴുതാവുന്നതുമാണ്. താങ്ക് യു.